നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് പറയുന്നത് ബോധ മനസ്സിനെ കുറിച്ച് ആണ് നമ്മൾ പ്രധാനമായിട്ടും സൂചിപ്പിച്ചല്ലേ. ക്ലാസ്സിൽ ഉള്ളത് അറിയാമല്ലോ, ബോധ മനസ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ നോട്ടിടുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സിനെ കുറിച്ചാണ്. ഉപബോധ മനസ്സിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്, അതായത് ഈ നമ്മൾ ശരിക്ക് ഒരു സൈക്കോളജിയിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു പോകുന്നതെന്ന് പറയുന്നത് ബോധ മനസ്സും ഉപബോധ മനസ്സും. ഇപ്പോൾ ഉപബോധ മനസ്സെന്ന് പറയുന്നത് അത് ലോങ് ടൈം മെമ്മറിയാണ്. ഉപബോധ മനസ്സിന്റെ അകത്തേക്ക് മനുഷ്യന് കടന്നു ചെല്ലുക എന്ന് പറയുന്നത്, ബോധപൂർവം കടന്നു ചെല്ലുക എന്ന് പറയുന്നത് വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ബോധപൂർവം നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നത്. പക്ഷേ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിസ്മയങ്ങൾ കിടക്കുന്നത് ഈ ഉപബോധ മനസ്സിനകത്താണ്. ഉപബോധ മനസ്സിൽ നമ്മൾ എന്താണോ ധരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഉപബോധ മനസ്സിനെ പഠിപ്പിച്ചെടുക്കുന്നത്, അതായിരിക്കും അവന്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള ഫുൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യം. അതായത് അതായിരിക്കും അവന്റെ ജീവിതത്തിൽ അങ്ങോട്ടുള്ള മനഃപ്പാഠമായിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് ഉപബോധ മനസ്സിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചെടുക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താ പറ്റി ഓക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതായത് ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞത് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ സൈക്കോളജി പരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കുറിച്ച് പ്രധാനമായിട്ടും പഠിക്കുമ്പോഴെന്ന് പറയുന്നത് ഉപബോധ മനസ്സും ബോധ മനസ്സും ഉപബോധ മനസ്സും ഇത്തരത്തിൽ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് നമ്മളുടെ ഒരു പഴയ കാല, അതായത് ഇന്ത്യൻ ദർശനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപബോധ മനസ്സിനെ ഒരു 5 ഭാഗമായിട്ട് തിരിക്കാമെന്നുള്ളതാണ്. കേൾക്കാമല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, 5 ഭാഗങ്ങളായിട്ട് തിരിക്കാന്നാണ്. അപ്പോൾ നമ്മൾ അതിന്റെ നോട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിരുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ ക്ലാസ് ശരിക്ക് നടന്നിട്ടില്ല. അപ്പോൾ ആ ഉപബോധ മനസ്സിനെ നമ്മൾ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ എന്തുപറ്റി, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് സബ് കോൺഷ്യസ് മൈൻഡിനെ 5 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഓർമ്മിച്ചു വയ്ക്കുക. ഒന്നെന്ന് പറയുന്നത് ശരീര നിയന്ത്രണ തലം, ഉപബോധ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു തലമുണ്ട്. ഉപബോധ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ആ നോട്ട് എല്ലാവരും നോക്കിക്കാണും. രണ്ടാമത്തെ അതെന്താ ഓരോന്നും ഞാൻ പറയാം, എന്താണ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറയുന്നുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഉപബോധ ശരീര നിയന്ത്രണ തലം കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്മുടെ സ്മൃതിതലം എന്ന് പറയുന്ന ഒരു തലമാണ്. സ്മൃതിതലം അതായത് നമ്മുടെ കഴിഞ്ഞുപോയ എല്ലാ ഓർമ്മകളുടെയും ശേഖരണം അവിടെയാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളുടെയും നമ്മുടെ കഴിഞ്ഞുപോയ അനുഭവങ്ങൾ. കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫീലിങ്സ് ആൻഡ് ഇമാജിനേഷനാണ്. ഫീലിങ്സും ഇമാജിനേഷനുമാണ് അവിടുത്തെ ലാംഗ്വേജ്. ഉപബോധ അതായത് സ്മൃതിതലം, സ്മൃതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഓർമ്മയുടെ തലത്തിനകത്താണ് നമ്മുടെ കഴിഞ്ഞുപോയ എല്ലാ അനുഭവങ്ങളും കിടക്കുന്നത്. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മളെപ്പോഴും ഇനി പുതിയ ഏത് കാര്യം ചിന്തിക്കുമ്പോഴും അവിടെ എങ്ങനെയാണോ ഉപബോധ മനസ്സിൽ എങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതേപോലെ മാത്രമേ നമ്മളുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ മനോഭാവങ്ങളും എല്ലാ കാഴ്ചപ്പാടുകളും എല്ലാം തന്നെ ഈ ഉപബോധ മനസ്സിൽ എങ്ങനെയാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് ഉപബോധ. നമ്മുടെ ഈ സ്മൃതിതലം എന്ന് പറയുന്ന സ്ഥലത്ത് വിജയങ്ങളാണ് നിലവിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലും. പരാജയങ്ങളാണ്, ദുഃഖങ്ങളാണ്, കഷ്ടങ്ങളാണ് ഇങ്ങനെ നമ്മളെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പരാജയമായിട്ടുള്ള അവസ്ഥയിൽ മാത്രമേ, നമുക്ക് ഏത് കാര്യം എടുത്താലും പരാജയമായിരിക്കും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. ആദ്യം നമ്മൾ ഏതാണോ ഓർമ്മിക്കുന്നത് അതിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പോകുന്നത്. അതായത് അതൊരു മുൻധാരണയും കൂടിയാണ്. ചില കാര്യങ്ങളെ നമ്മൾ തെറ്റായിട്ട് ധരിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും, ഉപബോധ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന ഇത് സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ.
അതായത് ഞാനിപ്പോൾ ഈ ഉപബോധ ശരീര നിയന്ത്രണ തലത്തെക്കുറിച്ച് ഒന്നുകൂടി പറയാം, ഞാനത് ഓർമ്മപ്പെടുത്തി പോവുകയാണ്. അതായത് ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു എനർജി ഉണ്ട്. ഒരു എനർജി നമ്മുടെ മനസ്സ് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഉപബോധ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. നമ്മളത് ആദ്യം പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബോധ മനസ്സിലാണ്. നമുക്ക് ഗിയർ മാറണം, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടണം, എന്തൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടോ അത് മൊത്തം നമ്മൾ ശ്രദ്ധിച്ച്, നമ്മളെ ബോധ മനസ്സാൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞ് നമുക്ക് പ്രാക്ടീസായി നമ്മൾ ഇണങ്ങി കഴിയുമ്പോൾ പിന്നെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ഈ ഉപബോധ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന ആ തലമാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ കൺട്രോൾ ചെയ്യുന്ന ആ ആൾ ചെയ്തോളും. നമ്മൾ ഒരാൾ വരുമ്പോഴത്തേക്ക് ഒരാൾ കുറുക്ക് റോഡിന്റെ ക്രോസ് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ബ്രേക്ക് ചവിട്ടാം എന്നൊന്നുമല്ല. വിത്ത് സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉപബോധ ശരീര നിയന്ത്രണ തലവുമായി ബന്ധപ്പെട്ടാണ്. ഉപബോധ മനസ്സിൽ തന്നെ ആദ്യത്തെ ഭാഗമാണ് ഉപബോധ ശരീര നിയന്ത്രണ തലം. ഈ ഉപബോധ ശരീര നിയന്ത്രണ തലം നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ഉപയോഗപ്രദമാക്കുക എന്നുള്ളതാണ്. ഇതിനെ ഞാൻ ജസ്റ്റ് ആദ്യം അതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊന്ന് പറയാം. ഇവിടെ ശരീരത്തിന്റെ അകമേ നടക്കുന്ന പ്രവർത്തനങ്ങൾ പറയാം. അതായത് ശരീരത്തിലെ അവയവങ്ങളുടെയും പേശികളുടെയും പ്രവർത്തനത്തെ താളാത്മകമായി നടത്തുന്നത് ഈ തലവുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ പേശികളുടെ, നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കുന്നതിന് അതായത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി അതിനെ വ്യക്തമാക്കാം. നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്നത് എപ്പോഴും ബോധ മനസ്സിലേക്കാണ് എത്തുന്നത്. ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് മാറുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, അകത്ത് ഒരുപാട് ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന്റെ ബാഹ്യേന്ദ്രിയങ്ങളാണ് 5 ഇന്ദ്രിയങ്ങൾ. നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ കുറിച്ച് എപ്പോഴും പറയും. പുറത്തു നിന്ന് നമ്മുടെ അകത്തേക്ക് ലഭിക്കുന്ന ഡേറ്റാസുകളാണ് പ്രധാനമായും ഈ 5 ഇന്ദ്രിയങ്ങൾ വഴി വരുന്നത്. പക്ഷെ അകത്ത് നടക്കുന്ന, അതായത് നമുക്ക് ഫുഡ് കഴിക്കാൻ വിശക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, നമുക്ക് ഉറക്കം വരുമ്പോൾ നമുക്ക് തിരിച്ചറിയുന്നു, നമുക്ക് ക്ഷീണം വരുമ്പോൾ നമുക്ക് തിരിച്ചറിയുന്നു, നമുക്ക് പ്രാഥമിക കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ആ തിരിച്ചറിവ് ഉണ്ടാകുന്നു. അങ്ങനെ ഏത് കാര്യത്തിലും ആന്തരികമായി നടക്കുന്ന നമ്മുടെ തിരിച്ചറിവുകളെ തിരിച്ചറിയിക്കുന്നത് ഈ ശരീരത്തിലെ അവയവങ്ങളുടെ ഈ പ്രവർത്തനമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും വേദനകൾ ഉണ്ടായാൽ അപ്പോൾ നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയുന്നു. ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെ കറക്റ്റ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈ നമ്മുടെ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന, ഉപബോധ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന. ഇത് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളൊന്നും തന്നെ നമ്മുടെ ബോധപൂർവമായ നിയന്ത്രണങ്ങളുള്ളതല്ല. നമ്മുടെ ബോധപൂർവം അല്ല നമ്മൾ നടക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ശ്വസനം എടുക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം എത്ര എടുക്കുന്നു? ഏകദേശം 23,000 തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. പക്ഷേ അത് നമ്മളെ ബോധപൂർവമുള്ള പ്രവർത്തനമല്ല, മനസ്സിലായി? പക്ഷെ അത് നമ്മളെ ബോധത്തിലേക്ക് പല പ്രവർത്തനങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ചില ആൾക്കാർക്ക്, അതായത് ഇനി നമ്മൾ ഇതിനകത്ത് വരുന്ന കുറച്ച് മെഡിറ്റേഷൻസുകളുണ്ട്, അതിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മളെ ഉപബോധ മനസ്സും നമ്മളുടെ ബോധ മനസ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രാക്ടീസുകളുണ്ടാവും. പ്രാക്ടീസ് സെക്ഷനിൽ പ്രാക്ടീസുകളുണ്ടാവും. അവിടെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെ എന്തൊക്കെ ഫാൾട്ട് നടക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ നല്ല റിസൾട്ട് നടക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ചില്ലെങ്കിൽ അത് ദഹിക്കാതെ കിടക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. നമ്മൾ എന്തെങ്കിലും മാനസികപരമായ സംഘർഷം ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ഈ നമ്മുടെ ശരീരത്തിന്റെ ഈ ഉപബോധ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന തലം. നിരന്തരമായ പരിശീലനം കൊണ്ട് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നമുക്കൊരു പരിധിവരെ സ്വാധീനിക്കാൻ കഴിയും. ഞാൻ ആ നോട്ടാണ് വായിച്ചു പോകുന്നത് കേട്ടോ. നിരന്തരമായ പരിശീലനം കൊണ്ട് ആന്തര അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നമുക്കൊരു പരിധി വരെ സ്വാധീനിക്കാൻ കഴിയും. ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ അനേകം ചലനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചലനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ 10 കോടി മീറ്റർ രക്തവാഹികളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിന്റെ വലുപ്പം മനസ്സിലാക്കാനാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ 10 കോടി മീറ്റർ രക്തവാഹികളുണ്ട്. എന്നാൽ 6-7 ലിറ്റർ രക്തം മാത്രമാണ് നമ്മിലുള്ളത്. നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ 6-7 ലിറ്റർ ബ്ലഡ് മാത്രമാണ് ഉള്ളത്.
എന്നാൽ ഈ ബ്ലഡ് എവിടെയൊക്കെ എത്തണം? ഈ നമ്മുടെ 10 കോടി മീറ്റർ, മനസ്സിലായി, 10 കോടി മീറ്റർ രക്തവാഹികളിലേക്ക് ഈ ബ്ലഡ് എത്തിക്കുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ ഉപബോധ ശരീര നിയന്ത്രണ തലമാണ്. ഇതിലെവിടെയെങ്കിലും ബ്ലോക്കിംഗ് സംഭവിച്ചു പോയാൽ, എവിടെയെങ്കിലും ബ്ലോക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതനുസരിച്ച് നമ്മുടെ ബ്രെയിന് ബ്ലഡ് ഓടുന്നതിൽ ബ്ലോക്കിംഗ് സംഭവിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് വേദന കാര്യങ്ങളൊക്കെ എത്തുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ബാക്കിയുള്ള രക്തവാഹികളിലേക്ക് ബ്ലഡ് കടന്നു പോകാതിരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ തലച്ചോറിലേക്ക് ഇതൊരു വേദനയുടെ ഒരു ഇതായിട്ട് എന്ത് ചെയ്യും, നമ്മളെ ബ്രെയിനിലേക്ക് എത്തിക്കും. ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വേദനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ പലതിലും നമ്മുടെ മാനസികപരമായ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചില വയ്യായ്മ, ചില അതായത് ശരിക്ക് നമ്മൾ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെയാണ് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലേക്കുള്ള രക്തവാഹികളുടെ ഓട്ടവും ഓട്ടോമാറ്റിക്കലി കുറയും. ഞാനിവിടെ പറഞ്ഞെന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അതായത് ശാരീരികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുടെ പിന്നിൽ നമ്മളുടെ മാനസികപരമായിട്ടുള്ളൊരു തീരുമാനമുണ്ട്. ആ മാനസികപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ അകത്താണ് ശരിക്കും പറയാം നമ്മൾ, അതായത് ചില ആൾക്കാർ ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ, എത്ര ആഹാരം കഴിച്ചാലും ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ശരീരം അവരുടെ നിയന്ത്രണത്തിലല്ലാതെ വരുന്നതിൻ്റെ പിന്നിലുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 10 കോടി എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്, 1,00,000 മൈൽ രക്തനാളം എന്തുണ്ട്, ലോബുകളുണ്ട്. ഇത് ഭൂമിയെ 2.5 തവണ ചുറ്റാൻ ആവശ്യമായ ദൂരമാണ്. ഇതൊന്ന് ചിന്തിക്കണേ, ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്ന് പറയുന്നത് ഏകദേശം എത്ര ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ 10 കോടി മീറ്റർ പറഞ്ഞതുപോലെ തന്നെ മൈൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കിലോമീറ്ററുമായിട്ട് അടുത്ത് നിൽക്കുന്ന മൈൽ എന്ന് പറയുന്നത് 1,00,000 മൈലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമിയെ ഏകദേശം എന്താണ് ചുറ്റാനുള്ള രക്തവാഹി ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. ഞാൻ പറയുന്ന കണക്റ്റാവുന്നുണ്ടോ? ഞാൻ കൂടെ ഒരു ചെറിയ കാര്യമല്ല ഇത് നമ്മൾ അതിൻ്റെതായ ഒരു അർത്ഥത്തിൽ, അതിൻ്റെതായ ഒരു വാല്യൂവിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. കാരണം ഒരു മനുഷ്യൻ നിസ്സാരനാണ് എന്ന് നമ്മളെ ധരിക്കരുത്. നമ്മൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വെറും നിസ്സാരനല്ല, ഇത്രമാത്രം സാധ്യതകളുള്ള ആളാണ്. അപ്പോൾ ഈ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ജെമിനിയിലോ അല്ലെങ്കിൽ ചാറ്റ് GPT-യിലോ ഗൂഗിളിലൊക്കെ കയറിയിട്ട് സെർച്ച് ചെയ്യുക, ഭൂമിയുടെ ചുറ്റളവും അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ രക്തനാളികൾ, അല്ലെങ്കിൽ ഈ സൂക്ഷ്മമായിട്ടുള്ള, അതായത് നമ്മളുടെ ഓരോ അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ എവിടെ ഒരു പിന്ന് വെച്ച് കുത്തിയാലും ബ്ലഡ് വരും. അങ്ങനെയെങ്കിൽ ആ ബ്ലഡ് ഏതിലേ ഓടുള്ളൂ, ഈ നമ്മുടെ രക്തവാഹികളിലൂടെ ഓടും. അല്ലെങ്കിൽ എവിടെ നമ്മൾ പിന്നു വെച്ച് കുത്തിയാലും അവിടെ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയാനുള്ളത് നമ്മുടെ ശരീരത്തിന്റെ അത്രയും ഞെരുങ്ങി നമുക്ക്, ഇത് മനുഷ്യന്റെ മാത്രമല്ല ഏകദേശം എല്ലാ ജീവജാലങ്ങളുടെയും പ്രത്യേകത തന്നെയാണ് ഈ നരമ്പുമായി ബന്ധപ്പെട്ട്, നമ്മുടെ രക്തവാഹികളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ. അപ്പോൾ അത്രയും വലിയൊരു പ്രവർത്തനത്തിനകത്താണ് നമ്മളൊരു 6-7 ലിറ്റർ ബ്ലഡ് വെച്ചിട്ട് ഇത്രയും സ്ഥലത്ത് ആവശ്യാനുസരണം എത്തിക്കുന്നത്. ഈ നീളത്തിൽ ധമനികൾ, സിരകൾ, സൂക്ഷ്മമായ കാപ്പിലറികൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഇത് ജസ്റ്റ് നമ്മളൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. മനുഷ്യ ശരീരത്തിലെ നരമ്പുകൾ അല്ലെങ്കിൽ രക്തവാഹികൾ കൂട്ടിക്കെട്ടിയാൽ ഭൂമിയെ ചുറ്റിയെടുക്കാനുള്ള ഇതുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് ലിങ്ക് ഗൂഗിളിൽ നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടേക്കാം. അപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റണം. അപ്പം അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണം, അത്രമാത്രം സാധ്യതകളുണ്ട് എന്നുള്ളത്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ അങ്ങോട്ടുള്ള രക്തപ്രവാഹം കൂടുകയും തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുകയും ചെയ്യുന്നത് ഈ തലമാണ്. ഈ പ്രത്യേകത മൂലമാണ് നിറയെ ഭക്ഷണം കഴിച്ച് നമുക്ക് ഉറക്കം വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ദഹിപ്പിക്കാനുള്ള, അതായത് നമ്മുടെ ഊർജം മൊത്തം കൂടുതൽ നമ്മളെ ഭക്ഷണത്തിലേക്ക് മാറും. ഭക്ഷണത്തിലേക്ക് മാറുന്ന സമയത്ത്
നമ്മളുടെ ബ്രെയിനിലേക്ക് എന്ത് ചെയ്യില്ല, രക്തപ്രവാഹം കുറയും. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറച്ച് നേരത്തെ കഴിക്കണം, എന്നാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണം എന്നൊക്കെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെയും ഇന്നും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നമ്മളുടെ അനുഭവങ്ങൾ, നമ്മൾ ചെയ്ത ജോലികൾ, അതായത് നമ്മളെ ബ്രെയിൻ വർക്കുകൾ ചെയ്ത ഇതിനെ മൊത്തവും പല രീതിയിൽ ചിതറിയാണ് നമ്മളെ ബ്രെയിനകത്ത് കിടക്കുന്നത്. ചിതറിയാണ് ഈ അറിവുകൾ മൊത്തം കിടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും പറക്കി അടുക്കി അതിനെ കൃത്യമായിട്ടും ഒരു ലെവലിൽ വെക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് സത്യത്തിൽ നമ്മുടെ ഉറക്കത്തിൽ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ഫുൾ ക്ഷീണാവസ്ഥയിലായി നമ്മുടെ ആഹാരം കഴിച്ച് അത് ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ എനർജി പോകുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് എന്ത് ചെയ്യില്ല, എനർജി പ്രവഹിക്കില്ല. എനർജി പ്രവഹിക്കാൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇന്നലെ നമ്മൾ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പകല് വർക്ക് ചെയ്ത എല്ലാ വർക്കുകളും അതേപോലെ തന്നെ, അതായത് കണ്ടത്, കേട്ടത്, പറഞ്ഞത്, അറിഞ്ഞത്, ഇതെല്ലാം പല ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ പല ഡേറ്റാസുകളായിട്ട് കിടക്കണം. ആ ഡേറ്റാസുകളെല്ലാം അവിടെ തന്നെ അങ്ങനെ കിടക്കും. നമുക്ക് കൃത്യമായിട്ട് തന്നെ ഓർഡർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ പൊതുവെ പറയുന്നത്, ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുന്നെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കണം എന്ന് പറയുന്നത്. കാരണം ഉറങ്ങാൻ സമയത്ത് നമ്മുടെ എനർജി നമ്മുടെ ബ്രെയിനിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ 24 മണിക്കൂറിലും നമ്മളുടെ ബോധപൂർവമായ ശ്രമമില്ലാതെ 33,000 തവണ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്. 1,00,000 തവണയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മുടെ ഹൃദയം ഇടിക്കുന്നത്. ഒരു ദിവസം 1,00,000 തവണ നമ്മളെ ഹൃദയം ഇടിക്കുന്നുണ്ട്. അത് നമ്മുടെ ബോധപൂർവം അല്ലെങ്കിൽ അവിടെ ഉപബോധ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന തലമാണ് വർക്ക് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ 30,000 തവണ നാം എന്ത് ചെയ്യും, കണ്ണ് ചിമ്മും. കണ്ണ് ചിമ്മുന്ന നമ്മൾ മോർണിംഗ് പ്രാക്ടീസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന ഈ ഫോട്ടോസ് എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ 30,000 തവണയാണ് നമ്മളെ കണ്ണ് ചിമ്മുന്നത്. കണ്ണ് ചിമ്മുന്നത് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ്റെ ഒരു ഫിൽറ്ററിങ് ആണ് നടക്കുന്നത്. അത് 30,000 തവണ കണ്ണ് ചിമ്മുന്നുകൊണ്ടാണ് അത് നമ്മളെ ഡേറ്റാസുകളെല്ലാം കൃത്യമായിട്ട് അവർ അതിനെ ശേഖരിച്ച് വെക്കുന്നത്. അതല്ലേ. അപ്പോൾ അത് ചെയ്യാതിരുന്ന മനുഷ്യന് അവൻ്റെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ബ്ലോക്കായി പോകും. ഓരോ നിമിഷമാണ് 20 ലക്ഷം ചുമന്ന രക്താണുക്കളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓരോ നിമിഷവും 20 ലക്ഷം ചുമന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അനേകം ചലന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലമാണ് ഉപബോധ ശരീര നിയന്ത്രണ തലം. ഈ ഉപബോധ ശരീര അസാധ്യമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ഉപബോധ മനസ്സിന്റെ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന തലമാണ്. നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, നമ്മൾ മുന്നോട്ട് ഇനി ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രാക്ടീസിലേക്ക് എടുക്കുമ്പോഴത്തേക്കുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് നമ്മൾ മനഃശക്തി 10x പവർ അല്ലെങ്കിൽ 10x മൈൻഡ് പവർ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു കഴിഞ്ഞ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു മാങ്ങയിലേക്ക് നമ്മളൊരു മാവിലേക്ക് ഒരു കല്ലെടുത്തെറിയുകയാണ്. ആ കല്ലെടുത്തെറിയുമ്പോൾ ഒരു 10 കല്ലെടുത്തെറിഞ്ഞു, 9 കല്ല് ആ മാങ്ങയിൽ കൊണ്ടില്ല, ഒരു കല്ലാണ് മാങ്ങയിൽ കൊണ്ട്. അപ്പോൾ ആ മാങ്ങയിൽ കൊണ്ട് ഒരു കല്ല് കൊണ്ട് മാങ്ങ വീണു. പക്ഷേ നമ്മൾ നഷ്ടപ്പെട്ട 9 കല്ലുകളെ കുറിച്ചാണ് കൂടുതൽ ടെൻഷൻ അടിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ 9 കല്ല് നഷ്ടമായതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നെങ്കിൽ, ആ വീണ, അതായത് നമ്മളെ കയ്യിലിരിക്കുന്ന കല്ല്, അതുപോലെ ആ മാങ്ങ, ഇതിലേക്ക് നമ്മളുടെ ആ ഉന്നം, അത് ശരീര നിയന്ത്രണ തലമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിന്റെ ബാലൻസിങ് നിൽക്കുന്നത് ശരീര നിയന്ത്രണ തലവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഏതൊരു കാര്യത്തിൽ എന്ന് പറയുന്നത്, നമുക്ക് ലഭിച്ച കാര്യത്തിൽ അതെങ്ങനെയാണ് നടന്നത്, അല്ലെങ്കിൽ അതിനോട് കൂടുതൽ നമുക്ക് ലഭിച്ച കാര്യത്തിനോട് സന്തോഷപ്പെടാൻ പറ്റണം. നമുക്ക് നഷ്ടപ്പെട്ടത് ഇവിടം തൊട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അധികം ഇരുന്ന് ടെൻഷൻ അടിക്കാതെ, അവിടെ എന്താ അറിയാമോ, നമ്മൾ വീണ്ടും നമുക്ക് ഒരവസരം കിട്ടുമ്പോൾ കഴിഞ്ഞു പോയ നഷ്ടത്തെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീര നിയന്ത്രണ തലം പെട്ടെന്ന് അറയ്ക്കും, നമുക്കൊപ്പം നിൽക്കത്തില്ല. അതേസമയം ഈ ഒരു കല്ല്
നമ്മൾ എടുത്തെറിഞ്ഞു, ആ കല്ല് ചെന്ന് കൊണ്ടതും അതെങ്ങനെയാണ് ഞാൻ എറിഞ്ഞത്, അതെങ്ങനെ ആ കല്ലിൽ ആ മാങ്ങയിൽ കൊണ്ടു, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ശരീര നിയന്ത്രണ തലം നമുക്കൊപ്പം നിൽക്കുകയും പിന്നീട് നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യും, അതിലേക്ക് എയിം ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ശ്രദ്ധ തിരിക്കുക. നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ, നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങളെ നമ്മളൊരു അന്വേഷണത്തിന്റെ ഭാഗമല്ലാതെ മറ്റൊരു ടെൻഷനായിട്ട് എടുക്കരുത്. കാരണം ടെൻഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അടുത്ത പറയാൻ പോകുന്ന ഉപബോധ സ്മൃതിതലം എന്ന് പറയുന്ന ഒരു തലത്തിൽ നെഗറ്റീവ് തോട്ടായിട്ട് കിടക്കും. നെഗറ്റീവ് തോട്ടായിട്ട് നമുക്കത് കടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ മുന്നോട്ട് ഏതൊരു സംരംഭം തുടങ്ങാനായിട്ടും നമ്മുടെ മനസ്സ് പറയും, നമുക്ക് പറ്റില്ലടാ, നിന്നെ കൊണ്ട് കഴിയില്ലടാ എന്ന് പറയും. അതേസമയം ആ വളരെ കുറച്ച് കാര്യങ്ങളാണ് വിജയിച്ചിട്ടുള്ളെങ്കിലും വിജയിച്ച കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് നമ്മളെ ബ്രെയിൻ പറയുകയും ബ്രെയിൻ പറയുന്നതിനനുസരിച്ച് നമ്മുടെ ശരീര നിയന്ത്രണ തലം നമുക്കൊപ്പം കൂടെ നിൽക്കുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഈ ശരീര നിയന്ത്രണ തലത്തെക്കുറിച്ച് മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഏതെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും? അപ്പൊ ഇന്ന് മുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ നോട്ടിട്ടു, ഇന്ന് നമ്മൾ ഈ കാര്യം അറിയുന്ന ഈ സമയം മുതൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മളുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സ് തീരുമാനിക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ കൂടെ നിൽക്കണം. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല നല്ല അനുഭവങ്ങളെ മാത്രം, അല്ലെങ്കിൽ ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് ഓരോ കാര്യത്തിലും ഓരോ ദിവസവും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആ പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ എടുക്കാൻ ശ്രമിക്കണം. പരാജയപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യുക, നമ്മൾ അതിലിരുന്ന് ടെൻഷൻ അടിക്കാതെ 100 എണ്ണത്തിൽ ഒന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ശരീര നിയന്ത്രണ തലം നമുക്കൊപ്പം നിൽക്കും, സാധ്യതകൾ കൂടും, അവസരങ്ങൾ കൂടും, ഒത്തിരി വിജയമാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് നടക്കാൻ പോകുന്ന ആ തലത്തെക്കുറിച്ചാണ് ഇനി ഞാൻ അടുത്ത ഭാഗം പറയാൻ പോകുന്നത്. അതായത് സ്മൃതിതലം എന്ന് പറയുന്ന മെമ്മറി ലെവലിനെ കുറിച്ചാണ് നമ്മുടെ രണ്ടാമത്തെ പറയുന്ന ഈ ആളാണ് നമ്മളുടെ കഴിഞ്ഞുപോയ എല്ലാ ഓർമ്മകളെയും, കഴിഞ്ഞുപോയ എല്ലാ അനുഭവങ്ങളെയും, കഴിഞ്ഞുപോയ എല്ലാ വേദനകളെയും, കഴിഞ്ഞുപോയ എല്ലാ സന്തോഷങ്ങളെയും ഇരിക്കുന്ന ഇടം ഇവിടെയാണ്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞുപോയ എല്ലാ അനുഭവങ്ങളെയും സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ നമ്മളുടെ സ്മൃതി തലം എന്ന് പറയുന്ന തലത്തിനകത്താണ് ഈ ഡേറ്റാസുകളെല്ലാം കിടക്കുന്നത്. അപ്പോൾ ഡേറ്റാസുകൾ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞുപോയ ദുഃഖങ്ങൾ, കഴിഞ്ഞുപോയ ഫീലിങ്സ്, കഴിഞ്ഞുപോയ ചിത്രങ്ങൾ, ഇതെല്ലാം കിടക്കുന്നത് ഈ സ്മൃതിതലം എന്ന് പറയുന്ന മെമ്മറി ലെവലിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ മെമ്മറി ലെവലിൽ കിടക്കുന്ന ഒരു കാര്യത്തെ എടുക്കുമ്പോൾ അത് ശരീര നിയന്ത്രണ തലവുമായി കൂടുതൽ ഇണക്കി നിർത്തിയിരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് വിജയമുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മൾ പണ്ടേ പറയുന്ന ഒരു മോട്ടിവേഷൻ കാര്യമാണ്. അതായത് ഒരു ക്ലാസ്സിൽ ഒരു ചായ കപ്പിനകത്ത് പകുതി ചായ ഉണ്ട്, പകുതി ചായ ഇരിക്കുകയാണ്. ഓക്കെ, കേൾക്കാനല്ലേ? ഓക്കെ, ഒരു ഗ്ലാസ്സിൽ ഒരു ചായ കപ്പിനകത്ത് പകുതി ചായ ഇരിക്കുകയാണ്. നമുക്ക് 2 രീതിയിൽ ആ ഗ്ലാസ്സിലേക്ക് നോക്കാം. ഒന്ന് എന്താണ്, പകുതിയേ ഉള്ളൂ, അതായത് ഒഴിഞ്ഞ ഭാഗത്ത് നോക്കാം. ചില സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും ഒഴിഞ്ഞ ഭാഗത്താണ് നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ ചായ പകുതിയേ ഉള്ളൂ എന്ന് നോക്കുന്നത്. പക്ഷെ നിറഞ്ഞ ഭാഗത്ത് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പകുതി ഉണ്ടല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഇത് രണ്ട് വ്യത്യാസമായിട്ടുള്ള, ആ ചായ കുടിക്കുന്നതിനുള്ള സന്തോഷമോ തൃപ്തിയോ രണ്ടും വ്യത്യാസമാണ്. ഒഴിഞ്ഞ ഭാഗത്ത് നോക്കുന്ന ആള്, നഷ്ടത്തിന്റെ ഭാഗത്ത് മാത്രം നോക്കുന്ന ആള് എപ്പോഴും എന്താണ്, ഇത് കുറഞ്ഞു പോയി അല്ലെങ്കിൽ പകുതിയേ ഉള്ളൂ എന്നായിരിക്കും. അല്ലെങ്കിൽ പകുതി, അതായത് ഒഴിഞ്ഞ ഭാഗത്താണ് നോക്കണം. മറ്റേ ആൾ പകുതിയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളതാണ്. ഇതാണ് മനസ്സിന്റെ 2 വ്യത്യസ്ത കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും
നിറഞ്ഞ ഭാഗത്ത് നോക്കാൻ ശ്രമിക്കണം. ഏതൊരു കാര്യത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും നിറവുള്ള ഭാഗങ്ങളിലേക്ക് നോക്കാൻ നമുക്ക് പറ്റണം. കാരണം എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേടിയെടുത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി നേടിയെടുക്കാനുള്ളതാണ്. ഇന്ന് നമ്മൾ നേടിയെടുത്തതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ബാക്കിയാണ് ഒരുപാടുള്ളത്. അതായത് ഒഴിഞ്ഞ ഭാഗം എപ്പോഴും കൂടുതലായിരിക്കും, നിറഞ്ഞ ഭാഗം കുറവുമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒഴിഞ്ഞ ഭാഗത്താണ് നോക്കി എല്ലാ കാര്യത്തിലും ഒഴിഞ്ഞ ഭാഗത്ത്, ജീവിതത്തിൻ്റെ, സുഹൃത്തുക്കളുടെ ഇടയിൽ, ഫാമിലിക്ക് ഇടയിൽ, സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ, മറ്റ് സുഖസൗകര്യത്തിൻ്റെ കാര്യത്തിൽ, ഏത് കാര്യത്തിൽ നോക്കിയാലും നമുക്ക് ഈ ഒഴിഞ്ഞ ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെയും നമ്മൾ ഈ സ്മൃതി തലത്തിനകത്ത് ദുഃഖത്തിൻ്റെയും നിരാശയുടെയും നഷ്ടബോധത്തിൻ്റെയും കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ നിറയ്ക്കുക. അതെ, ഉപബോധ മനസ്സിന്റെ ഈ മേഖല പഞ്ചേന്ദ്രിയങ്ങൾ വഴി ലഭിച്ച അറിവുകളുടെ കലവറയായി അറിയപ്പെടുന്നു. ബാഹ്യലോകത്ത് നിന്നും ലഭിച്ച പഞ്ചേന്ദ്രിയങ്ങൾ വഴി ലഭിച്ച അനുഭവങ്ങൾ ഈ തലത്തിൽ ശേഖരിക്കപ്പെടുന്നു. ഈ സ്മൃതി തലത്തെക്കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കണം. ഞാൻ അങ്ങ് ക്ലാസ് പോലെ പറഞ്ഞു പോവുകയാണ്. എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ, കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. തീർച്ചയായിട്ടും ഇതിൻ്റെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുകയോ പറയുകയോ ചെയ്യണം, അല്ലെങ്കിൽ ഇതെടുത്ത് ഒന്നും കൂടി വായിച്ചു നോക്കണം. നമ്മുടെ തലച്ചോറ് ഞാൻ പറഞ്ഞു. ഇനി വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്, നമ്മുടെ ഉപബോധ മനസ്സിൽ എന്ന് പറയുന്നത് 2 രീതിയിലാണ് ഡേറ്റാസുകൾ ശേഖരിച്ച് വെക്കുന്നത്. ഒന്ന് എന്തിനോടൊപ്പമാണ്, അതായത് നമ്മുടെ മാനസികപരമായിട്ടുള്ള ചിത്രമുണ്ട്. അതായത് ചിത്രങ്ങളുടെ രൂപേണയും അതുപോലെ വികാരങ്ങളുടെ, അനുഭവങ്ങളുടെയും വികാരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും നമ്മളെപ്പോഴും നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഈ സ്മൃതി തലം എന്ന് പറയുന്ന, ഓർമ്മ എന്ന് പറയുന്ന, മെമ്മറി ലെവൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ ഏത് കാര്യവും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് വികാരങ്ങളുടെ സഹായത്തോടെയും ചിത്രങ്ങളുടെ സഹായത്തോടെയും. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അതായത് നമ്മൾ കഴിഞ്ഞുപോയ ഒരു കാര്യം ഓർമ്മിച്ച് വെക്കുന്നത്, സബ് കോൺഷ്യസ് മൈൻഡിൽ ഓർമ്മിച്ച് വെക്കുന്നത് വികാരങ്ങളുടെ സഹായത്താലാണ്. ആ വികാരങ്ങളെയും കൂടെ അതേപോലെ അവിടെ എന്ത് ചെയ്യും? അങ്ങനെയാണ് അതിന്റെ ഡേറ്റാസിനെ കൊണ്ടുപോകണം. അല്ലാതെ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നുമല്ല. മനസ്സിലായി? അവിടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് സേവ് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് നമ്മളുടെ വികാരങ്ങളുടെ സഹായത്തോടെയാണ്. വികാരങ്ങളുടെ സഹായത്തോടെ ചിത്രങ്ങളുമാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആൻഡ് ഫീലിങ്സ്. അത് ഫീലിങ്സും അത് ചിത്രങ്ങളുടെ എതിരായിരിക്കും ഇത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ സ്മൃതി തലത്തിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഒരു കിട്ടിയ കാര്യത്തിൽ വളരെ ആഴത്തിൽ സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുണ്ട്? ആ സന്തോഷിക്കുന്ന ആ വികാരം എന്ത് ചെയ്യും? സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് സേവ് ചെയ്യും. പലപ്പോഴും നമ്മളുടെ നല്ല കാര്യങ്ങളൊന്നും നമ്മൾ അതിൻ്റെതായ വികാരത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യില്ല, എടുക്കാറില്ല. നല്ല ഒരു കാര്യങ്ങൾ നമ്മൾ അതിൻ്റെതായ ഒരു വികാരത്തോടുകൂടി നമ്മൾ എടുക്കാറില്ല. പക്ഷേ മോശപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ആ വിത്ത് സെക്കൻഡിൽ തന്നെ നമുക്ക് അതിൻ്റെതായ ദുഃഖവും ആ ടെൻഷനും ഒക്കെ തന്നെ നമ്മൾ വികാരഭരിതരാകും, അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ അതിലോട്ട് പോകും. പക്ഷെ സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കാറില്ല. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്മൃതി തലത്തിനകത്ത് നമുക്ക് ഡേറ്റാസുകൾ പലതും സന്തോഷത്തിന്റെ ഡേറ്റാസുകൾ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു 10 അല്ലെങ്കിൽ ഒരു 5 സന്തോഷപരമായ കാര്യം പറയാൻ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ടി വരും. പക്ഷേ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 ദുഃഖവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം പറയണമെങ്കിൽ നമ്മൾ പറയും. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ സന്തോഷങ്ങളൊന്നും നമ്മൾ ആസ്വദിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ചെറിയ സന്തോഷങ്ങളൊന്നും നമ്മൾ ആസ്വദിച്ചിട്ടില്ല. എന്നാൽ ചെറിയ ദുഃഖം പോലും, ഒരു 10 പേരുടെ ഇടയിൽ വെച്ച് ഒരാൾ ചെറുതായിട്ടൊന്ന് കളിയാക്കിയാൽ പോലും നമ്മൾ അത് ശരിക്കും ഫീൽ ചെയ്യും. എന്നാൽ 10 വരെ മുമ്പ് വെച്ച് നമ്മളെ ഒരാള് നമ്മുടെ നല്ലത് പറയണമെങ്കിൽ ആ നല്ലത് പറഞ്ഞതിന്റെ സന്തോഷം നമുക്ക് ഫീൽ ചെയ്യില്ല. ശരിയാണോ അല്ലേ? നമുക്ക് ഇനി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു ദിവസം
ഉറങ്ങുന്നതിന് മുന്നേ ഇവിടെ ഞാൻ ഈ ക്ലാസ് ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഈ ഒരു വർക്ക് പറയുന്നത്. അത് നിങ്ങൾ വീഡിയോയിലൂടെ പറയുന്നതുകൊണ്ട് ഇവിടെ കേട്ട് കളയരുത്. ഒരു കുറഞ്ഞതൊരു 10 കാര്യങ്ങളെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ദിവസം നമുക്ക് ലഭിച്ചിട്ടുള്ള സന്തോഷത്തിനെ കുറിച്ച് ഓർക്കണം. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഒരു 10 കാര്യമെങ്കിലും നമുക്ക് ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ, അതായത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 10 കാര്യം. അപ്പോൾ നമുക്ക് ആലോചിക്കാം ഏതൊക്കെയാണ്. ചിലപ്പോൾ നല്ല വെയിലിൽ നിന്ന് നമ്മൾ കയറി വരികയാണെങ്കിൽ നമുക്കൊരു തണൽ കിട്ടുന്ന ഒരു തണൽ മരം കിട്ടുന്നെങ്കിൽ അതുവരെ നമുക്ക് ഓർമ്മിക്കാം, ആ തണൽ കിട്ടിയല്ലോ. ഇങ്ങനെ 10 കാര്യങ്ങൾ ഒരു ദിവസം ഇതിങ്ങനെ കുറച്ച് നാൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ള പോസിറ്റീവ് കാര്യത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതിലൊന്ന് എഴുതി വയ്ക്കുക. നമുക്ക് ലഭിച്ചിട്ടുള്ള 10 കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് ഓർമ്മിക്കും. 10 കാര്യങ്ങളെ നമ്മൾ സന്തോഷിക്കും. സന്തോഷപരമായിട്ടുള്ള 10 കാര്യങ്ങൾ ഒരു ദിവസം പറക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ എടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നമ്മളിനി അടുത്ത ദിവസവും നമുക്ക് കിട്ടിയ നെഗറ്റീവിനെ കുറിച്ചോ മൈനസിനെ കുറിച്ചോ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങളെ കുറിച്ചോ ആയിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത്. ഈ 10 കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ നമ്മളെ ബ്രെയിൻ തയ്യാറായി തുടങ്ങും. അപ്പോൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നല്ല കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് നന്ദി പറയുകയും അതിന് ശ്രദ്ധ കൊടുക്കുകയും ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് സ്മൃതി തലത്തിൽ എന്ന് പറയുന്നത് ആ സ്മൃതി തലത്തിൽ കിടക്കുന്ന നമ്മളുടെ മാനസികപരമായ ആ അനുഭവങ്ങളും ആ ചിത്രങ്ങളും ഒരുമിച്ചാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല അനുഭവങ്ങൾ, നല്ല എക്സ്പീരിയൻസുകൾ, നല്ല ഫീലിങ്സുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീര നിയന്ത്രണ തലവും അതിനോടൊപ്പം തന്നെ നിൽക്കും. നമുക്ക് എപ്പോഴും വിജയ സാധ്യതകൾ കൂടുതലായിരിക്കും. ഏതൊരു കാര്യം തുടങ്ങാനും നമ്മൾ നമുക്ക് സന്തോഷമായിരിക്കും. വിജയിക്കുന്നതിൽ നമ്മൾ സന്തോഷം അനുഭവിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോറ് അതിനു വേണ്ടി പണിയെടുക്കും. അതേസമയം പരാജയത്തിന് വേണ്ടിയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ പരാജയമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ, നഷ്ടമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിത്യമുള്ള ദുഃഖങ്ങളാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ, ഈ ദുഃഖങ്ങൾ എത്താനും ഈ നഷ്ടങ്ങൾ എത്താനും ഈ പരാജയങ്ങൾ എത്താനും വേണ്ടിയായിരിക്കും നമ്മുടെ തലച്ചോറ് പണിയെടുക്കുക. ഇത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണേ. ഇന്ന് മുതൽ നമുക്ക് ലഭിച്ചിട്ടുള്ള 10 നല്ല കാര്യങ്ങൾ, 10 വിജയം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തയ്യാറാക്കും. അപ്പോൾ അതിനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാളെ രാവിലെ ഞാൻ ഒരു പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യും. നമുക്കൊരു ചെയ്യാനുള്ള ഒരു 10 ജോലി, ചെറിയ കൊച്ചു ജോലികൾ എഴുതി തയ്യാറാക്കുക. അങ്ങനെ ഇതിനകത്ത് പ്ലാൻ ചെയ്യാൻ പറ്റും. 10 ജോലികൾ എഴുതി തയ്യാറാക്കിയതിനു ശേഷം ഓരോന്നും ചെയ്യുമ്പോൾ ടിക്ക് ചെയ്യുക. 10 ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 5 ചെറിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹാപ്പി ഹോർമോണായിട്ടുള്ള ഹോർമോണുകൾ എന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കപ്പെടും നമ്മുടെ ബ്രെയിനിൽ തന്നെ. സന്തോഷം ഉണ്ടാവും. എനിക്കിതൊന്ന് ചെയ്യാൻ പറ്റി. ഇപ്പം ആലോചിക്കുക, ഒരുപാട് ദിവസങ്ങളായിട്ട് മാറ്റി വെച്ചിട്ടുള്ള എന്തെങ്കിലും ജോലികളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകളുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീരുമാനങ്ങളുണ്ടോ, അതിനുവേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ ആ ജോലി എടുക്കാൻ വേണ്ടി നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് അത് പ്രവർത്തിക്കണം. അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ നമ്മളതിൽ സന്തോഷിക്കണം. എനിക്കിതൊന്ന് പൂർത്തിയാക്കാൻ പറ്റി. ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ മാറ്റിയിട്ടിരിക്കുന്ന പല വലിയ വർക്കുകളും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു തുടങ്ങും. നമ്മൾ കുട്ടിക്കാലത്തോ പല സമയത്തോ നമ്മൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യും? വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും തുടങ്ങാൻ തയ്യാറാകും. കാരണം ബ്രെയിൻ അതിനു വേണ്ടി പാകപ്പെടും. ഈ നോട്ട് ഒന്നും കൂടെ വായിച്ചോളണം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള നോട്ടുകൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇനി 3ാമത്തെ തലമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 1 ഏതായിരുന്നു? ശരീര നിയന്ത്രണ തലം. 2 സ്മൃതി തലം. 3ാമത്തെന്ന് പറയുന്നത് അതായത് ക്രിയേറ്റീവ് പവർ ലെവൽ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ക്രിയാശക്തി തലം എന്നാണ് ഈ തലത്തിന്റെ യഥാർത്ഥ നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ക്രിയാശക്തി തലം. 3ാമത്തെ തലമാണ് ക്രിയാശക്തി തലം. ഇത് ക്രിയാശക്തി തലം നമുക്ക് ശരിക്കും ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക്
വളരെ സാധ്യത, അതായത് ക്രിയാശക്തി തലം ഉണർന്നു കഴിഞ്ഞാലുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ, അതായത് മുന്നോട്ട് നമ്മൾ എന്ത് പ്രവർത്തിക്കാനും, ഇവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രവർത്തനം, മാനിഫെസ്റ്റേഷൻ. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും പ്രകൃതി പ്രപഞ്ചവും നമുക്ക് കൊണ്ടുതരുന്ന ഒരു തലമാണ് ഈ ക്രിയേറ്റീവ് പവർ ലെവൽ എന്ന് പറയുന്ന ക്രിയാശക്തി തലം. ഇതിനൊരു മാഗ്നറ്റിക് സ്വഭാവമുണ്ട്, ഇതിന് കാന്തികപരമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് നമ്മളുടെ ശ്രദ്ധയിൽ നിൽക്കും. മനസ്സിലായോ? ക്രിയാശക്തി തലം എന്ന് പറയുന്ന തലത്തിനകത്താണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. ഇനി ഞാൻ ഒന്നും കൂടി പറഞ്ഞാൽ, ഇതിനു മുമ്പ് പറഞ്ഞ സ്മൃതി തലത്തിൽ എന്താണോ കിടക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളെ ക്രിയാശക്തി തലം വർക്ക് ചെയ്യുന്നത്. അതായത് പരാജയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഒരാളിന് ഇവന്റെ ക്രിയാശക്തി തലം എന്ന് പറയുന്ന ക്രിയേറ്റീവ് പവർ ലെവലായിട്ടുള്ള ഈ ലെവലിൽ എന്ത് ചെയ്യും? ആത്മധൈര്യം ഒന്നും ഉണ്ടാകത്തില്ല. സ്മൃതി തലത്തിനകത്ത് എത്രമാത്രം നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ ഇരിക്കുന്നത് അതനുസരിച്ച് പുതിയ പ്ലാനുകൾ തുടങ്ങാനും നമ്മൾ ഏത് പ്ലാൻ ചെയ്താലും നടക്കാനും വേണ്ടിയുള്ള, അതായത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടി വരാൻ പോകുന്ന കാലങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന നമ്മുടെ മനസ്സിൻ്റെ ഒരു തലമാണ് ഈ ക്രിയാശക്തി തലം എന്ന് പറയുന്ന തലം. ഈ തലത്തിന് കാന്തികപരമായിട്ടുള്ള സ്വഭാവമുണ്ട്. നമ്മൾ ഏത് കാര്യം, ഒരു ഉദാഹരണം, നമുക്ക് ഏതെങ്കിലും ഒരു വാഹനത്തെക്കുറിച്ച് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്ത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ വാഹനത്തെക്കുറിച്ചായിരിക്കും കൂടുതൽ കാണുന്നത്. ഒരുപാട് വണ്ടികൾ നമ്മുടെ മുന്നിലൂടെ പോയാലും നമ്മൾ മനസ്സിൽ കിടക്കുന്ന വാഹനം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ആകർഷിക്കും. അതേപോലെ നമ്മുടെ മനസ്സിൽ സ്നേഹവും സമാധാനവുമായ അവസ്ഥയിലാണ് ഈ നേരത്തെ പറഞ്ഞ ക്രിയാശക്തി തലത്തിൽ കിടക്കണമെങ്കിൽ, സ്മൃതി തലം, ഞാൻ സ്മൃതി തലത്തെ കുറിച്ച് കൂടുതൽ പറയണം. അതായത് കഴിഞ്ഞുപോയ തലമാണ് സ്മൃതി തലം. സ്മൃതി തലത്തിൽ കിടക്കുന്നെങ്കിൽ ഈ നമുക്ക് എത്ര സ്നേഹപരമായിട്ടുള്ള മനോഭാവമാണോ അങ്ങനെ സ്നേഹിക്കുന്നവർ നമ്മളുമായിട്ട് ആകർഷിക്കും. നമ്മളെ മനസ്സിൽ ക്രോധമുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്രോധമുള്ള ആൾക്കാരുമായിട്ടായിരിക്കും എപ്പോഴും ഇടപെടുകയും എപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കും. അതേസമയം നമ്മൾ കാമം നിറച്ചുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാമപരമായിട്ടുള്ള ആൾക്കാരായിട്ടായിരിക്കും കൂടുതൽ സമ്പർക്കത്തിലേക്ക് എത്തുക. ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലും നമ്മുടെ ഈ മൈൻഡിൽ എന്താണോ കിടക്കുന്നത് അതനുസരിച്ചായിരിക്കും ഈ ക്രിയാശക്തി തലം നമ്മളെ കൊണ്ടുപോകുന്നത്. കാന്തിക സ്വഭാവമുള്ള മനസ്സിന്റെ ഈ തലമാണ് ഭാഗ്യം, ദൗർഭാഗ്യം എന്നൊക്കെ സാധാരണ പറയാറുള്ള പ്രതിഭാസത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതായത് പല കാര്യങ്ങളും നമ്മൾ ഭാഗ്യമെന്ന് വിചാരിക്കുന്നതും അതുപോലെയാണ് ദൗർഭാഗ്യം എന്നൊക്കെ പറയുന്നതെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ക്രിയാശക്തി തലത്തിൽ നമ്മളുടെ മൈൻഡിൽ, അതായത് ഒരു കാര്യം പറയാം, നേരത്തെ പറഞ്ഞ അതായത് നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കപ്പെടുന്ന സ്മൃതി തലത്തിനകത്ത് എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ മാത്രമേ ആർക്ക് ഈ ക്രിയാശക്തി തലത്തിന് നമ്മളെ കൊണ്ടെത്തിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി നമ്മൾ ഒരു 5 കാര്യം അല്ലെങ്കിൽ ഒരു 10 കാര്യം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഓർമ്മ ലെവലിൽ അല്ലെങ്കിൽ സ്മൃതി തലത്തിൽ നമ്മൾ സൂക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണോ അതിൻ്റെ അനന്തരഫലത്തിൽ ആര് കൊണ്ടുപോകൂ? ഈ ക്രിയാശക്തി ലെവൽ കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ കർമ്മഫലം എന്നൊക്കെ പറയുന്ന കാരണം എന്താണ്? കഴിഞ്ഞുപോയ കാര്യങ്ങളെ കിടക്കുന്നത് സ്മൃതി തലത്തിനകത്താണ്. ഇനി മുന്നോട്ട് നടക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആള് ഈ പറയുന്ന ക്രിയേറ്റീവ് ലെവലായിട്ടുള്ള ഈ മാഗ്നറ്റിക് ലെവലിൽ നിൽക്കുന്ന ഈ ക്രിയാശക്തി ലെവലിനകത്താണ് നിൽക്കുന്നത്. ഇപ്പൊ ക്രിയാശക്തി ലെവലിനകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുക എന്ന് പറയുന്ന സ്മൃതി തലത്തിനകത്ത് എന്ത് പൊട്ടത്തരമാണോ കിടക്കുന്നത്, കഴിഞ്ഞുപോയ കാല അനുഭവങ്ങളുടെ ഉള്ളിൽ എന്ത് പൊട്ടത്തരമാണോ കിടക്കുന്നത്, കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള എന്ത് ദുഃഖമാണോ കിടക്കുന്നത്, എന്ത് നിരാശയാണോ കിടക്കുന്നത്, എന്ത് പരാജയമാണോ കിടക്കുന്നത്, നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അത് തന്നെ പിന്തുടരും. അപ്പോൾ അവിടെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ബോധപൂർവം തയ്യാറായാൽ, നമ്മൾ പഠിച്ചെടുക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ സന്തോഷത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ തീർച്ചയായും നമ്മുടെ ഒരു വിജയ സാധ്യതയിലേക്ക് എത്തിക്കാൻ ഈ മാഗ്നറ്റിക് പവറായിട്ടുള്ള ഈ ക്രിയാശക്തി തലത്തിന് കഴിയും.
കാന്തിക സ്വഭാവമുള്ള മനസ്സിന്റെ ഈ തലമാണ് ഭാഗ്യം ദൗർഭാഗ്യം എന്നൊക്കെ സാധാരണ പറയാറുള്ള പ്രതിഭാസത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതായത് നമുക്ക് കൃത്യമായിട്ടും നമ്മുടെ പല ദൗർഭാഗ്യം എന്ന് പറയുന്നതിന് നമുക്ക് ഭാഗ്യമാക്കി മാറ്റാം. പക്ഷെ എന്ത് ചെയ്യണം? ഇതിനു മുന്നേ പറഞ്ഞ സ്മൃതി തലത്തിനകത്ത് ഇനി ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം നിങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറാവണം. തീക്ഷ്ണമായ വിരുദ്ധ വികാരങ്ങൾ ഉള്ളവർ സമാന സാഹചര്യങ്ങൾ തങ്ങളിലേക്ക് ആകർഷിച്ച് മോശമായ സാഹചര്യങ്ങളിൽ ചെന്ന് പെടുന്നതിന്റെ കാരണം ഇതാണ്. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നടക്കുന്നവർ എവിടെ എത്തും? നമ്മൾ അത്തരം സാഹചര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കും. പോസിറ്റീവായിട്ടുള്ള ചിന്ത കൊണ്ട് നടക്കുകയാണെങ്കിൽ, സ്മൃതി തലത്തിനകത്ത് വിജയത്തെക്കുറിച്ച് നമ്മൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ആകർഷിക്കും. അതേസമയം നെഗറ്റീവായിട്ടുള്ള ഇമോഷനും കൊണ്ട് നടന്നാൽ നമ്മളുടെ ഈ സമാന സാഹചര്യങ്ങൾ തന്നെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അതാണ് ഇതിന്റെ പ്രശ്നം. നമ്മിലുള്ള തീവ്രമായ ആഗ്രഹങ്ങളോ ഭയങ്ങളോ ഈ തലവുമായി ബന്ധപ്പെടുമ്പോൾ അവ യാഥാർത്ഥ്യമാകാനുള്ള ഒരു ആകർഷണ ശക്തി ഉണ്ടാവും. അതായത് തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവാം, ഭയം ഉണ്ടാവാം. തീവ്രമായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ആകർഷണ ശക്തി മനുഷ്യനുണ്ടാവും. എന്നാൽ പരാജയത്തെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ഭയത്തെക്കുറിച്ചുമാണ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ തന്നെ മനുഷ്യൻ ചെന്ന് എത്തും. ഓക്കെ, അതായത് യാഥാർത്ഥ്യമാകുവാനുള്ള ഒരു ആകർഷണ ശക്തി സംജാതമാകുന്നു. ഈ ആകർഷണ ശക്തി സാഹചര്യങ്ങളെയും വ്യക്തികളെയും വസ്തുക്കളെയും നമ്മിലേക്ക് ആകർഷിച്ച് ക്രമേണ ആഗ്രഹ പൂർത്തി വരുത്തുന്നു. അതായത് നമ്മൾ നല്ല കാര്യങ്ങളാണ് നമ്മുടെ ചിന്തയിലുള്ളെങ്കിൽ തീർച്ചയായും നല്ലതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് ക്രിയേറ്റ് ആവുകയും അത് നമ്മളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തു, ആ വ്യക്തികൾ, അതെല്ലാം നമ്മളിലേക്ക് തന്നെ ആകർഷിക്കപ്പെടും. അത് നല്ലത് വേണോ മോശം വേണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ആ സ്മൃതി തലത്തിനകത്ത് അല്ലെങ്കിൽ ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ സേവ് ചെയ്ത് വയ്ക്കാനായിരിക്കും. നിങ്ങൾ 4 മാസമായിട്ട് ഇതിനകത്തുനിന്ന് പിരിഞ്ഞു പോകുമ്പോൾ മാക്സിമം എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ക്രിയാശക്തി തലത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനം ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ സ്മൃതി തലത്തിനകത്തേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ നിക്ഷേപിച്ച് തുടങ്ങണം. അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 5 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 10 കാര്യങ്ങൾ ഒരു ദിവസം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഓക്കെ ആണോ? ചിന്തിക്കൂ. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നത് ഞാനിതൊരു രസകരമായ രീതിയിലേക്ക് ക്ലാസ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാഗ്യവാന്മാർ എന്ന് പറയുന്നവർ അറിഞ്ഞോ അറിയാതെയോ മനസ്സിന്റെ ഈ തലത്തിന്റെ ശക്തിയെ ക്രിയാത്മകപരമായി ഉപയോഗിച്ചവരാണ്. നമ്മൾ പലപ്പോഴും പറയും അവർ നല്ല ഭാഗ്യം, അവരെന്ത് ചെയ്താലും വിജയിക്കും, അവർ നല്ല ഭാഗ്യം അവർക്കുണ്ട് എന്ന് നമ്മൾ പറയുന്ന കാര്യമുണ്ടല്ലോ. ഇത് ശരിക്ക് എന്താണ്? നമ്മൾ അതായത് അറിഞ്ഞോ അറിയാതെയോ മനസ്സിന്റെ ഈ തലത്തിലാണ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും ഭാഗ്യവാന്മാർ പറയും. പക്ഷേ സത്യത്തിൽ അവർ പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത്. നെഗറ്റീവ് കാര്യം ചോദിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ പലരും പരാജയപ്പെടുന്നത്. എന്നിട്ട് നമ്മൾ പറയും നമുക്ക് ഭാഗ്യമില്ല എന്ന് പറയും. സത്യത്തിൽ അതല്ല. ഇനി വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ ഈ 3 തലം മനസ്സിലായെന്ന് പറഞ്ഞു. ഇനി കുറച്ചും കൂടി മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു ആത്മീയ അല്ലെങ്കിൽ കുറച്ചും കൂടി സൂക്ഷ്മതയിലുള്ള ഒരു ഏരിയ ആണ് സൗഖ്യതലം എന്ന് പറയുന്ന സ്ഥലം. സൗഖ്യതലം എന്ന് പറയുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ 4ാമത്തെ തലമാണ് സൗഖ്യതലം. സൗഖ്യതലം എന്ന് പറയുന്നത് നമുക്കുണ്ടായിട്ടുള്ള മാനസികപരമായോ ശാരീരികപരമായോ പല രീതിയിലുള്ള അസുഖങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് സുഖം ലഭിക്കുന്നതിന് വേണ്ടി ഹീലിംഗ് തരുന്ന ഒരു മനസ്സിന്റെ ഒരു ഏരിയ ആണ് ഈ സൗഖ്യതലം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിലൊക്കെ ഇപ്പോൾ യേശു ക്രിസ്തുവൊക്കെ ഈ മേഖലയിൽ ഹീലിംഗ് ലെവലിലൊക്കെ തന്നെ ടോപ്പായി എത്തിയവരാണ്. ഇവിടെയൊക്കെ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തു വരുന്ന മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട്
ആണ് ഈ ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആകുന്നത്. അതായത് മനസ്സിന്റെ ഈ തലത്തിലാണ് രോഗശാന്തിക്ക് ആവശ്യമായ ജീവശക്തി ഉൾക്കൊള്ളുന്നത്. നേരത്തെ 3 കാര്യം നമ്മൾ പറഞ്ഞു, അത് പെട്ടെന്ന് നമുക്ക് അവിടെ കടന്നു ചെല്ലാൻ പറ്റും. ഇവിടെ നമ്മൾ കുറച്ചും കൂടി നിരന്തരമായിട്ടുള്ള മോർണിംഗ് പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെ സൗഖ്യതലമൊക്കെ ഓപ്പൺ ആവുന്നത്. മനസ്സിന്റെ ഈ തലത്തിലാണ് രോഗശാന്തിക്ക് ആവശ്യമായ ജീവശക്തി ഉൾക്കൊള്ളുന്നത്. നിങ്ങൾക്ക് അസുഖമോ ശാരീരിക ക്ഷതമോ സംഭവിക്കുമ്പോൾ ഈ തലത്തിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചാണ് വീണ്ടും സാധാരണ നിലയിലേക്ക് വരുന്നത്. ശരീരത്തിന്റെ സ്വയം സൗഖ്യപ്പെടാനുള്ള ശക്തിയെ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് ബാക്കിയുള്ള മരുന്നുകൾ ചെയ്യുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹീലിംഗ് ലെവൽ അല്ലെങ്കിൽ സൗഖ്യതലം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാനസികപരമായും ശാരീരികപരമായ പ്രശ്നങ്ങളെ പ്രതിരോധിച്ച് സുഖപ്പെടുത്താനുള്ള ഒരു കഴിവ് എല്ലാ ജീവികൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഈ മനുഷ്യന് ബോധപൂർവമുള്ള കുറച്ച് കാര്യങ്ങൾ കടന്നു വന്നുകൊണ്ടാണ് മറ്റു മൃഗങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാകുന്ന അസുഖങ്ങൾ പലതും ആ സമയത്ത് തന്നെ അവർക്ക് അനുയോജ്യമായ മരുന്നുകൾ കണ്ടെത്തി അവരത് സുഖപ്പെടുന്നതിന്റെ പിന്നിലെന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഏറ്റവും കൂടുതൽ മറ്റു മൃഗങ്ങൾക്കും ഒക്കെയാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കാരണം അവർക്ക് ബോധ മനസ്സുമായിട്ട് കണക്റ്റഡ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടെ ആവശ്യാനുസരണം അവരുടെ പ്രശ്നങ്ങളെ അവർക്കുണ്ടാകുന്ന അസുഖങ്ങളെയൊക്കെ അവർ തന്നെ ആ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ തോന്നും. ഇപ്പോൾ ചില പട്ടികൾ അല്ലെങ്കിൽ പൂച്ചകളൊക്കെ കണ്ടിട്ടില്ലേ, അവർക്ക് എന്തെങ്കിലും വയറ്റിനൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചില പുല്ലുകളൊക്കെ പോയി കടിച്ച് തിന്നാറുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് അവർക്കറിയാം ഈ സമയത്ത് ഇതാണ് മരുന്നെന്നറിയാം. അല്ലാതെ അവർ നോട്ട് ചെയ്ത് വെക്കുകയോ വേറെ ആരെയും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയൊന്നുമില്ല. സമയമാകുമ്പോൾ അവർക്കത് പോയി അത് പറിച്ച് കഴിക്കാനറിയാം. അപ്പോൾ അതേപോലെ അവർക്ക് സ്വയം ചില പട്ടിയും പൂച്ചയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ചില വെയിലത്തൊക്കെ അവർ ചില മെഡിറ്റേഷൻ ലെവലിലൊക്കെ വന്ന് അല്ലെങ്കിൽ യോഗ ലെവലിലൊക്കെ പട്ടിയും പൂച്ചയൊക്കെ വന്ന് കിടക്കുന്നുണ്ടല്ലേ, അവർക്ക് സ്വയം ഹീൽ ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. കാരണം അവരെപ്പോഴും പ്രകൃതിയായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്താണ് നമുക്ക് ഈ മേഖലകളെ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് ഇന്ന് ജപ്പാനും അതുപോലെ തന്നെ ചൈനയൊക്കെ തന്നെ ഒരുപാട്, ഇന്ത്യയിൽ തന്നെ ഒരുപാട് നമ്മുടെ ഈ ഹീലിംഗ് ലെവൽ പ്രോസസ്സുകൾ ചികിത്സാ രീതികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രാക്ടീസ് സെക്ഷനിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമാതിരിപ്പെട്ട മാനസിക സംഘർഷങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മറ്റെന്തെങ്കിലും സ്വഭാവങ്ങൾ, നമ്മളിൽ കിടക്കുന്ന എന്തെങ്കിലും സ്വഭാവങ്ങൾ മാറ്റണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണം എത്ര ശ്രമിച്ചിട്ടും നമുക്ക് നമ്മുടെ എന്തെങ്കിലും ശാരീരികപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ തടി കുറയ്ക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എത്രയായാലും നമുക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള ക്ഷീണം ഉണ്ടാകുന്നു. ഇതൊക്കെ ശരിക്കും നമ്മളുടെ നേരത്തെ ഈ ലെവലിനകത്ത്, അതായത് സ്മൃതി തലത്തിനകത്ത്, ഓർമ്മയുള്ള തലത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഏത് കാര്യമാണോ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മാറാൻ ആഗ്രഹിക്കുന്നത് അത് മാറിയതായിട്ട് സങ്കല്പിക്കുക, അതിനെ വിശ്വസിക്കുക, സ്വന്തം മനസ്സിനെ വിശ്വസിക്കുക. എൻ്റെ ശരീരത്തിനെ ക്ലിയർ ചെയ്യാൻ എൻ്റെ മനസ്സിന് കഴിയും, എൻ്റെ ശരീരത്തെ ആരോഗ്യവാനാക്കാൻ എൻ്റെ മനസ്സിന് കഴിയും. എൻ്റെ ശരീരത്തിൽ ഇന്നൊരു രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിനെ മാറ്റിയെടുക്കാൻ മാറ്റിയെടുത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അതിൽ നിന്ന് ആ പ്രശ്നത്തിൽ നിന്ന് സുഖം നേടിയെടുക്കാൻ എൻ്റെ മനസ്സിന് കഴിയും എന്ന് എല്ലാ കാര്യത്തിലും മനസ്സുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എൻ്റെ മനസ്സിന് കഴിയും, എൻ്റെ മനസ്സിന് അതിനുള്ള പവറുണ്ട്, ഏത് സിറ്റുവേഷനിലും എൻ്റെ മനസ്സിന് തരണം ചെയ്ത് പോകാൻ, എൻ്റെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ, എനിക്ക് നല്ല സന്തോഷം തരാൻ, എനിക്ക് നല്ല ആരോഗ്യം തരാൻ എൻ്റെ മനസ്സിന് കഴിയും. മനസ്സ് നിസ്സാര ആളല്ല. നമ്മൾ പറഞ്ഞു ശരീര നിയന്ത്രണ തലത്തിനകത്ത് എന്തെല്ലാം വലിയ പ്രവർത്തനങ്ങൾ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എന്തെല്ലാം വലിയ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞെന്നറിയാലോ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു 6-7 ലിറ്റർ ജലം കൊണ്ട് ബ്ലഡ് കൊണ്ട് നമ്മളുടെ ഈ 1 കോടി
എന്താണ് 10 കോടി മീറ്റർ രക്തവാഹികളെ അതായത് രക്തം എത്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്കുണ്ടാകുന്ന മറ്റെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നമ്മളുടെ ഈ ഹീലിംഗ് ലെവലായിട്ടുള്ള ഈ ലെവലിന് ഈസിയായി മാറ്റാൻ പറ്റുമെന്ന വിശ്വാസം ഉണ്ടാവണം. 1,00,000 തവണ അല്ല 30,000 തവണ നമ്മുടെ കണ്ണ് ചിമ്മുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 30,000 തവണ നമ്മുടെ കണ്ണിനെ ചിമ്മിക്കാൻ പറ്റുന്നെങ്കിൽ 23,000 തവണ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അങ്ങനെയെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ സൗഖ്യതലത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോസസ്സ് ഇതിനെ ഹീൽ ചെയ്ത് ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റാൻ കഴിയും. ഞാൻ പറയുന്നത് മരുന്നില്ലാത്ത ചികിത്സകളിലേക്ക് പോകാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളൊരു മരുന്ന് കഴിച്ചാലും ഹീലിംഗ് ലെവൽ ഓപ്പൺ ആണെങ്കിൽ, നമ്മുടെ മനസ്സിന്റെ ഈ ഹീലിംഗ് ലെവൽ ഓപ്പൺ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? നമുക്ക് ഈ കഴിക്കുന്ന മരുന്ന് പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ റിസൾട്ട് തരും. അതായത് മനോചിത്രങ്ങൾ മുഖേനയും ധ്യാനം കൊണ്ടും സ്വയം ഈ തലത്തെ ഉത്തേജിപ്പിച്ച് ഒരുവന് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ മനസ്സിന്റെ ചിത്രങ്ങൾ, അതായത് മനോചിത്രം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ സങ്കല്പിക്കുന്ന എങ്ങനെയാണ്? എൻ്റെ ശരീരത്തിനെ ക്ലിയർ ചെയ്യാൻ എൻ്റെ മനസ്സിന് കഴിയും. എനിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം മാറാൻ അല്ലെങ്കിൽ മാറ്റാൻ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു സുഖ ലെവലിലേക്ക് എത്തിക്കാൻ, എനിക്ക് ഒരു നല്ലൊരു ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിക്കാൻ എൻ്റെ മനസ്സിന് കഴിവുണ്ട് എന്ന തിരിച്ചറിവുണ്ടാണ്. അതിനാണ് ഞാൻ ഈ ഉപബോധ ശരീര നിയന്ത്രണ തലത്തിന്റെ ഇത്രയും ആഴത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന പല രോഗശാന്തികളിലും മനസ്സിന്റെ ഈ തലവുമായിട്ടാണ് പറയുന്നത്. അതായത് പല ഹീലിംഗ്, നമ്മൾ പറയില്ലേ, ഓരോ ഹീലിംഗ് ലെവല്, സൗഖ്യതലങ്ങൾ, ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ, അതുപോലെ മറ്റ് ഹിന്ദുസത്തിലും മുസ്ലിംസത്തിലും എല്ലാത്തിലും ഉണ്ട്. ശരിക്ക് അവിടെ എല്ലാം നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹീലിംഗ് പവർ ലെവൽ എന്ത് ചെയ്യണം? ഉയർത്തെണിയുന്നു. ഓക്കെ. സൗഖ്യതലത്തിൽ ഉൾക്കൊള്ളുന്ന ജീവശക്തിയുടെ അളവ് ഒരുവന് ബോധപൂർവം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. ശ്വസന വ്യായാമങ്ങളും പ്രത്യേക ഊർജദായക വ്യായാമങ്ങളും ചെയ്ത് ഒരുവന് നമ്മിലുള്ള ജീവശക്തിയെ വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ ജീവശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ മറ്റൊരു നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു പലരെയും ഈ ഹീലിംഗ് ചെയ്ത് പല കാര്യങ്ങളും സുഖപ്പെടുത്താൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ. അതായത് ഇങ്ങനെ ജീവശക്തിയുടെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഒരുവന് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നമ്മിലുള്ള ജീവശക്തി മറ്റൊരുവന് എന്ത് ചെയ്യും? പകർന്നു കൊടുക്കാൻ കഴിയും. മറ്റു ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് നിൽക്കുന്നവർ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊന്ന് കൈവച്ച് തൊടുമ്പോഴോ ഒന്ന് സമാധാനിപ്പിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ 7 ചക്രാസുകൾ പ്രധാനമായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനകത്ത് പ്രാക്ടീസ് സെക്ഷനിൽ പറയും. ആ ചക്രാസുകളിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ, അതായത് ഒരാളിൻ്റെ നെറ്റിയിലോ അല്ലെങ്കിൽ ആ ആളിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ ചക്രാസുകളിൽ നമ്മളുടെ ഹീലിംഗ് ലെവൽ ഉയർത്തി കഴിഞ്ഞാൽ, നമ്മുടെ മോർണിംഗ് പ്രാക്ടീസുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. അത് ഉയർന്നു കഴിഞ്ഞാൽ നമ്മളിൽ ഓൾറെഡി ഈ ജീവശക്തിയുടെ അളവ് കൂടുതലായിരിക്കും. അവരുടെ ഓറയൊക്കെ കൂടുതൽ ഡെവലപ്പായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ നിത്യമായി പ്രാക്ടീസ്, ഈ അറിവ് കൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പം ഞാനടക്കമുള്ള ആൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഈ ഹീലിംഗ് ലെവൽ ഉയരില്ല. നമുക്കിത് നമ്മളെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നതെന്ന് നമുക്കിത് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഹീലിംഗ് ലെവൽ ഉയരുകയും ആ ഹീലിംഗ് ലെവൽ ഉയരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമുക്ക് മറ്റൊരാളിന് ട്രീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് മറ്റൊരാളിനെ ആരോഗ്യ അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. അതിനുള്ള നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് ഹീലിങ്ങുകളുണ്ട്. അതായത് വാട്ടർ ഹീലിംഗ്, എർത്ത് ഹീലിംഗ്, അതുപോലെ തന്നെ റേക്കി, പ്രാണി ഹീലിംഗ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ. അതായത് ഇന്ന് നമ്മുടെ പ്രചാരത്തിലുള്ള മരുന്നില്ലാത്ത ഊർജ ചികിത്സകളുടെ, അതായത് റേക്കി, പ്രാണി ഹീലിംഗ്, വാട്ടർ ഹീലിംഗ്, എർത്ത് ഹീലിംഗ്, ശബ്ദ തരംഗ ഹീലിംഗ്, അതായത് പ്രാർത്ഥന ഉണ്ടല്ലോ, ചില പ്രാർത്ഥനകൾ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന, ഇമാജിനേഷൻ ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള പല
ഹീലിംഗ് ലെവലുകളുണ്ട്. ആ ലെവലുകൾ നമ്മൾ ഏകദേശമുള്ള ലെവലുകൾ നമ്മൾ പരിചയപ്പെട്ടു പോകും. പിന്നീട് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് അന്വേഷിച്ച് പഠിക്കാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു ലെവലാണ് അത്. നമുക്ക് അടുത്ത ദിവസം ഇതിനെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനത്തെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അവസാനത്തെ ലെവലിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം.